Hi friends, I am Adira. I discussed about the topic IMF from lending to end. അതായത് IMFൻ്റെ മെയിൻ ഫങ്ഷൻസിൽ ഒന്നാണ് ലെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലെൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെൻഡിങ്. In the event that member countries experience difficulties in financing their balance of payments, the IMF is also a fund that can be tapped to facilitate recovery. It provides low-income countries with loans at concessional rates through the Poverty Reduction and Growth Facility (PRGF) and the Exogenous Shock Facility (ESF). The member may use this foreign exchange for a certain time to extricate itself from its balance of payment problem, after which the currency is to be returned to the IMF pool of resources. അതായത് അംഗരാജ്യങ്ങൾക്ക് അവരുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ധനസഹായം നൽകുന്നതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ വീണ്ടെടുക്കൽ സുഗമമാക്കുന്നതിന് ടാപ്പ് ചെയ്യാനാകുന്ന ഒരു ഫണ്ടാണ് IMF. ഇത് താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങൾക്ക് അവരുടെ പോവർട്ടി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളർച്ച ഫെസിലിറ്റീസ് നൽകുന്ന, അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ വായ്പയും നൽകുന്നു. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രശ്നത്തിൽ നിന്നും സ്വയം ഒഴിഞ്ഞ് നിൽക്കാൻ അംഗത്തിന് ഒരു നിശ്ചിത സമയത്തേക്ക് ഈ വിദേശ നാണ്യം ഉപയോഗിക്കാം. അതിനുശേഷം കറൻസി IMFൻ്റെ വിഭവങ്ങളുടെ കൂട്ടത്തിലേക്ക് തന്നെ തിരികെ നൽകേണ്ടതാണ്. നെക്സ്റ്റ്, ഇവാലുവേഷൻ. The major functions and support of the IMF to its members may be pinpointed as follows. അതായത് IMFൻ്റെ ഫങ്ഷൻസിനെയും സപ്പോർട്ടിനെയും മെമ്പർ കൺട്രീസ് പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ടു പ്രൊവൈഡ് എ ഫോറം ഫോർ കോപ്പറേഷൻ ഓൺ ഇൻ്റർനാഷണൽ മോണിറ്ററി പ്രോബ്ലംസ്. അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കോപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറം പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടു ഫെസിലിറ്റേറ്റ് ദി ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ദസ് പ്രൊമോട്ടിംഗ് ജോബ് ക്രിയേഷൻ, ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് പോവർട്ടി റിഡക്ഷൻ. ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ വളർച്ച സുഗമമാക്കുന്നതിനായിട്ടുള്ള ജോബ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത്, പോവർട്ടി റിഡക്ഷൻ എന്നിവയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, ടു പ്രൊമോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് ആൻ ഓപ്പൺ സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ്. വിനിമയ നിരക്ക് സ്ഥിരതയും അന്താരാഷ്ട്ര പേയ്മെൻറ്റുകളുടെ തുറന്ന സംവിധാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ടു ലെൻഡ് കൺട്രീസ് foreign exchange when needed on a temporary basis and under adequate safeguards to help them address balance of payments problems. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ താൽക്കാലിക അടിസ്ഥാനത്തിലും മതിയായ സുരക്ഷയിലൊക്കെ രാജ്യങ്ങൾക്ക് വിദേശ നാണ്യം നൽകുന്നു. നെക്സ്റ്റ്, ടു എക്സ്റ്റെൻഡ് പോളിസി അഡ്വൈസ് ടു ഗവൺമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക്സ് ബേസ്ഡ് ഓൺ അനാലിസിസ് ഓഫ് ഇക്കണോമിക് ട്രെൻഡ്സ് ആൻഡ് ക്രോസ് കൺട്രി എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രവണതകളുടെ വിശകലനവും ക്രോസ് കൺട്രി എക്സ്പീരിയൻസൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് സർക്കാരുകൾ, സെൻട്രൽ ബാങ്കുകൾ എന്നിവ ഇവയ്ക്കൊക്കെ നയപരമായ ഉപദേശം നൽകുന്നു. നെക്സ്റ്റ്, to extend research, statistics, forecast and analysis based on tracking of global and regional and individual economies and markets. Next, to provide loans to help countries overcome economic difficulties. രാജ്യങ്ങളെയൊക്കെ അവരുടെ ഇക്കണോമിക് ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ടു പ്രൊവൈഡ് കൺസെഷണൽ ലോൺസ് ടു ഹെൽപ്പ് ഫൈറ്റ് പോവർട്ടി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന് അവരുടെ പോവർട്ടിയൊക്കെ വരുന്ന സമയത്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആനുകൂല്യ വായ്പകൾ നൽകുന്നു. ടു പ്രൊവൈഡ് technical assistance and training to help countries improve the management of their economies.
Next, to oversee the international monetary system by regularly reviewing global and regional economic and financial developments. Next, to provide economic monitoring and policy advice to its 187 member countries in the areas most relevant to domestic and external stability. Next, to analyze the impact of countries' policies on others, applying lessons from cross-country experience to each country's unique situation and providing a forum for international cooperation on global economic and financial problems. ഇത്രയുമാണ് അതിൻ്റെ ഇവാലുവേഷനിൽ വരുന്നത്. Thus, as a global development strategist, the IMF has strengthened the global cooperation among nations and accelerated the pace of economic growth and development of the member countries. It maintains the stability of international monetary system through firm surveillance and provides an excellent forum for the discussion and solution of the economic, fiscal and financial problems having an international perspective. അതായത് ഒരു ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ, അതായത് ഒരു ആഗോള എന്താ പറയുക വികസന തന്ത്രജ്ഞൻ എന്ന നിലയിൽ IMF അംഗരാജ്യങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ കോപ്പറേഷനെയും എല്ലാം നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ IMF നൗ റിവൈസിങ് ഇറ്റ്സ് അജണ്ട. അതിൽ ഫസ്റ്റ് വരുന്നത് റെയിൻഫോഴ്സിങ് മൾട്ടിലാറ്ററലിസം അഥവാ ബഹുരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ റീതിങ്കിങ് മാക്രോ ഇക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ്, മാക്രോ ഇക്കണോമിക് ചിന്തകളെയും നയങ്ങളെയും ഒക്കെ റീതിങ്ക് ചെയ്യുന്നു. സ്റ്റെപ്പിംഗ് അപ്പ് ക്രൈസിസ് ലെൻഡിങ്, പ്രതിസന്ധി വായ്പ വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് സ്ട്രെങ്തനിങ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ആൻഡ് സപ്പോർട്ടിംഗ് ലോ ഇൻകം കൺട്രീസ്. താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളെയൊക്കെ IMF എന്താകുന്നു പിന്തുണയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് കറൻസി കൺവേർട്ടിബിലിറ്റി. എന്താണ് കറൻസി കൺവേർട്ടിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, currency convertibility means that the currency exchanged for any other convertible currency without any restrictions at the market determined exchange rates. അതായത് മാർക്കറ്റ് നിശ്ചയിച്ച എക്സ്ചേഞ്ച് നിരക്കുകളിൽ യാതൊരു മാറ്റവുമില്ലാതെ മറ്റേതെങ്കിലും കറൻസിയുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് കറൻസി കൺവേർട്ടിബിലിറ്റി എന്ന് പറയുന്നത്. കറൻസി കൺവേർട്ടിബിലിറ്റി നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. 2 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി, സെക്കൻഡ് വരുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി. അപ്പോൾ നമുക്ക് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി എന്താണെന്ന് നോക്കാം. ദി കറണ്ട് അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി implies the freedom to buy and sell foreign exchange for the following international transactions. അതായത് അന്താരാഷ്ട്ര ഇടപാടുകൾക്കായിട്ട് വിദേശ നാണ്യം വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്ത്? കറണ്ട് അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി. അതിൽ വരുന്നത് ഓൾ പേയ്മെൻറ്റ്സ് ഡ്യൂ ഇൻ കണക്ഷൻ വിത്ത് ഫോറിൻ ട്രേഡ്, അതർ കറണ്ട് ബിസിനസ് ഇൻക്ലൂഡിംഗ് സർവീസസ് ആൻഡ് നോർമൽ ഷോർട്ട് ടേം ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. നെക്സ്റ്റ്, പേയ്മെൻറ്റ്സ് ഡ്യൂ ആസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ആസ് ഇൻകം ഫ്രം അതർ ഇൻവെസ്റ്റ്മെൻറ്റ്. തേർഡ്, പേയ്മെൻറ്റ്സ് ഓഫ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് amortization of loans or for depreciation of direct investments. Next, moderate remittance for family living expenses. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് വായ്പയുടെ പലിശയായിട്ടും അതുപോലെ തന്നെ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനമൊക്കെ അടയ്ക്കേണ്ട പേയ്മെൻറ്റ്സിനെയാണ് കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫാമിലി ലിവിങ് എക്സ്പെൻസസിന്
moderate remittance. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കറൻസി കൺവേർട്ടിബിലിറ്റി 2 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കറൻറ്റ് അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. The capital account convertibility refers to the freedom to convert local financial assets into foreign financial assets and vice versa at market determined rates of exchange. It is associated with the changes of ownership in both foreign and domestic financial assets and liabilities and embodies the creation and liquidation of claims on or by the rest of the world. Capital account convertibility helps attract resources abroad and enables the residents to hold internationally diversified investment portfolios. When there is completely free capital account convertibility, an Indian can dispose of his assets in India and take the money out of the country without any hindrance. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് പ്രാദേശിക ധനകാര്യ ആസ്തികളെ നമ്മുടെ വിദേശ ധനകാര്യ ആസ്തികളാക്കി മാറ്റുകയും മാർക്കറ്റ് നിശ്ചയിച്ചിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിന് വിപരീതമായിട്ട് ഇത് വിദേശ ആഭ്യന്തര ധനകാര്യ ആസ്തികളിലും അതുപോലെ തന്നെ അതിൻ്റെ ബാധ്യതകളിലുമുള്ള ഉടമസ്ഥാവകാശത്തിൻ്റെ മാറ്റങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഇത് ക്ലെയിമുകളുടെ സൃഷ്ടിയും അതുപോലെ തന്നെ ലിക്വിഡേഷനൊക്കെ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ ലോകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റിയുടെ വിദേശത്ത് വിഭവങ്ങൾ ആകർഷിക്കാനും സഹായിക്കുകയും അതുപോലെ തന്നെ പരസ്പര വൈവിധ്യമാർന്ന നിക്ഷേപ പോർട്ട്ഫോളിയോകളൊക്കെ കൈവശം വയ്ക്കാനും താമസക്കാരെ അതിന് മുഴുവനായിട്ട് പ്രാപ്തരാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി. നെക്സ്റ്റ് വരുന്നത് ദി താരാപൂർ കമ്മിറ്റി അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് SS താരാപൂർ appointed by the RBI had laid down a 3-year roadmap ending in അപ്പോൾ അത് പറയുന്നത് ഇന്ത്യയിൽ മൂലധന അക്കൗണ്ട് പരിവർത്തനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയോഗിച്ചിട്ടുള്ളതാണ് SS കമ്മിറ്റി എന്ന് പറയുന്നത്. SS കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SS താരാപൂർ ആയിരുന്നു. അദ്ദേഹം ആ കമ്മിറ്റിയുടെ ശുപാർശകൾക്കനുസരിച്ചിട്ട് ചില ഉദാരവൽക്കരണ നീക്കങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇന്ത്യയിൽ 1999 to 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായിരുന്നു ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷമുള്ള വർഷങ്ങളിലൊക്കെ some liberalization moves have been adopted in pursuance of the recommendations of the committee in the years followed, which made Indian rupee partially convertible in the capital account to certain extent. The liberalization of capital controls in future will be continued so as to achieve steadily the goal of complete convertibility of rupee on the capital account. Thus, it can be said that Indian rupee is fully convertible in the current account and partially convertible in the capital account. അപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ ഇന്ത്യൻ രൂപയെ അക്കൗണ്ടിൽ ഭാഗികമായി പരിവർത്തനം ചെയ്യാൻ ഒരു പരിധി വരെ ഇത് സഹായിച്ചിട്ടുണ്ട്. മൂലധന അക്കൗണ്ടുകളിൽ രൂപയുടെ സമ്പൂർണ്ണ പരിവർത്തനത്തിൻ്റെ ലക്ഷ്യം ക്രമാനുഗതമായിട്ട് കൈവരിക്കുന്നതിനായി ഭാവിയിൽ മൂലധന നിയന്ത്രണങ്ങളുടെ ലിബറലൈസേഷൻ തുടരും എന്നതായിരുന്നു. അതിനാൽ കറണ്ട് അക്കൗണ്ടിൽ ഇന്ത്യൻ രൂപ പൂർണ്ണമായിട്ടും പരിവർത്തനം ചെയ്യാവുന്നതാണെന്നും മൂലധന അക്കൗണ്ടിൽ ഭാഗികമായിട്ട് ചെയ്യാവുന്നതാണെന്നും പറയുന്നു. For the successful functioning of the full convertible system, certain essential conditions as listed below will have to be satisfied. അതായത് വിജയകരമായ ഇതിൻ്റെ നടത്തിപ്പിന്
വേണ്ടിയിട്ടുള്ള ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതെന്തൊക്കെയെന്ന് നോക്കാം. മെയിൻറ്റെയിൻസ് ഓഫ് ഡൊമസ്റ്റിക് ഇക്കണോമിക് സ്റ്റെബിലിറ്റി, അതായത് ആഭ്യന്തര സാമ്പത്തിക സ്ഥിരതയുടെ പരിപാലനം. നെക്സ്റ്റ്, അഡിക്വേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, മതിയായ വിദേശ നാണ്യ ശേഖരം. നെക്സ്റ്റ്, റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻഎസെൻഷ്യൽ ഇമ്പോർട്ട്സ് ആസ് ലോങ് ആസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് പൊസിഷൻസ് ഈസ് നോട്ട് വെരി കംഫർട്ടബിൾ. നെക്സ്റ്റ്, കംഫർട്ടബിൾ കറൻറ്റ് അക്കൗണ്ട് പൊസിഷൻ, സുഖപ്രദമായ കറൻറ്റ് അക്കൗണ്ട് പൊസിഷന്. അതുപോലെ തന്നെ ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ്, ബാഹ്യാധിഷ്ഠിതമായ വികസന തന്ത്രവും കയറ്റുമതി വളർച്ചയ്ക്ക് മതിയായ പ്രോത്സാഹനവും. ഇത്രയുമാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.